16-കാരന് പ്രകൃതി വിരുദ്ധ പീഡനം. എഇ ഉൾപ്പെടെ 9 പേർ റിമാൻഡിൽ, 7 പേർക്കായി അന്വേഷണം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 16-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ ചന്ദേര നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ 8 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവിൽ പോയി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 16-കാരനെ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പടന്ന സ്വദേശി വി.കെ. സൈനുദ്ദീൻ, പടന്നക്കാട്ടെ റംസാൻ, റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരൻ പീലിക്കോട് എരവിലെ ചിത്രരാജ്, വൾവക്കാട്ടെ കുഞ്ഞഹമ്മദ്, ചന്ദേരയിലെ അഫ്സൽ, തൃക്കരിപ്പൂർ പോച്ചൂരിലെ നാരായണൻ, തൃക്കരിപ്പൂർ വടക്കേക്കൊവ്വലിലെ റയീസ്, സുകേഷ് വെള്ളച്ചാൽ, ചിമേനിയിലെ ഷിജിത്ത് എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട് സ്വദേശി സിറാജുദ്ദീനാണ് പോലീസിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത്. 8 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കുട്ടിയെ വീട്ടിൽ വെച്ചും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ യുവാവ് വിദ്യാർത്ഥിയുടെ മാതാവിനെ കണ്ട് ഇറങ്ങി ഓടിയതോടെയാണ് സംഭവം പുറത്തു വന്നത്. മാതാവ് ചന്ദേര പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് വിദ്യാർത്ഥിയെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ 15 ആളുകളുടെ പേരാണ് വിദ്യാർത്ഥി മൊഴിയിൽ പറഞ്ഞത്. ചന്ദേര പോലീസിൽ രജിസ്റ്റർ ചെയ്ത 10 കേസുകളിൽ 9 പ്രതികളാണുള്ളത്. അഫ്സൽ 2 കേസിൽ പ്രതിയാണ്. 1 പ്രേരണാ കുറ്റമാണ്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ 2, തലശ്ശേരിയിൽ 1, കോഴിക്കോട് കസബയിൽ 2, കൊച്ചി എളമക്കരയിൽ 1 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.